നമസ്കാരം. ഇന്ന് കർക്കിടകം 13 അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിൽ നിന്നും ഗുഹസംഗമം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു. ശ്രീരാമന്റെ വരവിന്റെ വിശേഷം വളരെ സന്തോഷത്തോടെ ഗുഹൻ കേട്ടു. പാകമായ കായ്കളും തേനും പൂക്കളും സഹിതം പക്വമായ മനസ്സോടെയും ഭക്തിയോടെയും അവൻ തറയിൽ വീണ് രാമനെ വന്ദിച്ചു. രാമൻ മൃദുലമായ പുഞ്ചിരിയോടെ അവന്റെ വിശേഷങ്ങളും ക്ഷേമവും അന്വേഷിച്ചു. സുഖദുഃഖങ്ങൾ എല്ലാവർക്കും സാധാരണമാണ്. ഇവ ദേവന്മാർക്കോ അസുരന്മാർക്കോ ഇല്ലാതാക്കാൻ കഴിയില്ല. ലോകത്തിൽ സുഖത്തിനു പിന്നാലെ ദുഃഖവും വരുന്നു. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്രകാരം പല വാക്യങ്ങളും ഉപദേശിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഗുഹനെ മുറുകെ കെട്ടിപ്പിടിച്ച് രാമൻ ആ ഭക്തനെ തിരിച്ചയച്ചു. മെല്ലെ മെല്ലെ ഗുഹൻ വഞ്ചിയിൽ കയറി അവൻ്റെ ഗൃഹത്തിലേക്ക് തിരികെ യാത്രയായി. ഗുഹസംഗമം എന്ന ഭാഗം നമുക്ക് കേൾക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ രാമാഗമന മഹോത്സവമിത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തിയൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തിയൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമരുൾ ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ. കാലേ കനിവോടനുഗ്രഹിക്കേണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയ മമ സഖേ, സൗഖ്യമിതിൽ പരം ഇല്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതും ഇല്ലെന്നു മന്യേ. വനവാസകാലം കഴിവോളം രാജ്യം മമൈതത് ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം.
ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായ ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സത്പുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസീംനീ വനാന്തരെ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തം ആഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചീടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുഃ സഖേ. പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.